മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ മുഖ്യ ആസൂത്രകന്മാരിൽ ഒരാളായ തഹാവൂർ റാണ NIAയുടെ കസ്റ്റഡിയിലാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. റാണയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഒരു മലയാളി ഭീകര പ്രവർത്തികളിൽ ഏർപ്പെട്ട ഒരു മലയാളിയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരാണ് സാർ ആ മലയാളി? എങ്ങനെയാണ് അവർ തമ്മിൽ കണ്ടത്? എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് NIA എന്തെങ്കിലും പുറത്തു വിടുന്നുണ്ടോ? ഈ റാണയുടെ വിലങ്ങ് വെച്ച് ഇന്ത്യയിൽ എത്തിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധം കാണിക്കുന്നത് കേരളവുമായിട്ടാണ് കാണിക്കുന്നത്. അതെ, കൊച്ചിയിൽ വന്ന് താമസിച്ചു. അതെ, തിരുവനന്തപുരത്ത് വന്നു. കൊച്ചിയിൽ വന്ന് ഒരു 10-13 പേരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു സംസാരിച്ചു. ഇത് കൊച്ചിയിൽ വന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നത് പാകിസ്ഥാനിലുള്ളവരോടൊന്നും അല്ല. കൊച്ചിയിൽ എന്തിനു വന്നു? അതൊക്കെ വലിയ ചോദ്യമാണ്. കൊച്ചിയിൽ വന്നിട്ട് സംസാരിച്ചവർ, പിന്നെ കൂടാതെ 15 പേരുടെ ഒരു ലിസ്റ്റും ഫോൺ ലിസ്റ്റ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം അന്വേഷണം പോവുകയാണ്. ഈ അന്വേഷണം പോകുന്നത് വലിയ ഗുരുതരമായ തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഈ മലയാളി ഭീകരൻ അവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളി ഭീകരനെ പിടികൂടിയിട്ടുമുണ്ട്. അങ്ങനെയാണ് NIAയുടെ കസ്റ്റഡിയിൽ. ഒരാളെ NIAയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറയുന്നു. അത് മലയാളിയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ മറ്റൊരു മലയാളി, ഒരു ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു മലയാളിയുമായിട്ട് റാണ അടുത്ത ബന്ധം പുലർത്തി, അത് ഇന്ത്യക്ക് പുറത്തും വെച്ച് ആ ബന്ധം പുലർത്തി എന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇവിടെ വലിയൊരു നോട്ടമിട്ടിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരവും. അതിനോടൊപ്പം തന്നെ കൊച്ചി പ്രധാന കേന്ദ്രമാണ്. കൊച്ചിക്ക് വേറൊരു ദോഷം കൂടിയുണ്ട് സാർ. നമ്മൾ വലിയ പട്ടണമാണ്, വലിയ ഇതൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ മുംബൈ പോലെ തന്നെ കടൽ വഴി വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കടന്നു കയറാൻ പറ്റുന്ന സ്ഥലമാണ് കൊച്ചി ജിയോഗ്രഫിക്കലി. കാരണം ദ്വീപുകളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ മത്സ്യബന്ധനത്തിന് നിരവധി ബോട്ടുകൾ കടലിലേക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ബോട്ടുകളെയും ഒന്നും പരിശോധിക്കാൻ സാധിക്കില്ല. ഒരു ചെറു മുംബൈയാണ് കൊച്ചി എന്ന് പറയുന്നത്. അതെ, ഒരു ചെറിയ മുംബൈയാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ ജോഗ്രഫിക്കലി അങ്ങനെ ഒരു പ്രത്യേകത കൂടി, അല്ലെങ്കിൽ അങ്ങനൊരു ദോഷം കൂടി കൊച്ചിക്ക് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും കൊച്ചി ആക്രമിക്കപ്പെടാം. ഇതിനകത്ത് ഈ ഇവിടെ വന്ന് ഫോണിൽ സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. അതൊരു മലയാള സിനിമയിലെ ഒരു നടിയാണെന്ന് അതിന് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പിന്നാമ്പുറ വർത്തമാനവും നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ചങ്ങല അങ്ങോട്ടേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇറാനെ പോലുള്ള ഒരു കൊടും ഭീകരൻ കേരളത്തിൽ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ മറിഞ്ഞിട്ടുള്ള പണവും കൂടി നമ്മൾ നോക്കണം. ഹവാല പണം വലിയ രീതിയിൽ ഒഴുകിയിട്ടുണ്ടെന്നും കൂടിയാണ്. ഇതെല്ലാം നമുക്ക് പോകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്താണല്ലോ ഈ റാണ ഇവിടെ വന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഇതിനകത്ത് കൂട്ടി കൊണ്ടുപോകാവുന്ന കാര്യങ്ങളാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് 1 വർഷം പിന്നിടുന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് കേരളത്തിൽ സജീവമായിരുന്നില്ലേ? അതെ. അപ്പോൾ ഇത് പല കാര്യങ്ങളും 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അന്വേഷണമൊക്കെ പല രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് പോലും പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. സാർ, ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം. ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസുമായിട്ട് റാണയ്ക്ക് ബന്ധമുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിവരം NIA പുറത്തുവിട്ടതായിട്ടൊരു സൂചനയുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അല്ല, ഇവിടുന്ന് ഒരുപക്ഷെ റിക്രൂട്ട്മെന്റ് നടത്തി കാണാൻ ഉണ്ടാകും. അല്ല, ആ കേസിൽ ഒരു മുഖ്യ പ്രതിയായിട്ടുള്ള ഒരാൾ നമ്മുടെ രാജ്യം വിട്ടിട്ടുണ്ട്. അയാൾ എപ്പോഴും പിടികിട്ടിയിട്ടില്ല. KP സാബിർ എന്നൊരു ഭീകരനാണ്. ഇനി ഇയാളുമായിട്ടാണോ റാണ കണ്ടത്? നമുക്കത് അല്ല, അതിനോടൊപ്പം ഇയാൾ ഇവിടെ വന്നതിന് ശേഷം ഒരു പാക് ഭീകരനുമായിട്ട് പാഷ ആയിട്ട് ടെലിഫോണിൽ സംസാരിച്ചതായിട്ടും തെളിവുകൾ NIAക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വലിയ ദോഷം ഫലം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലെ, ഇവിടെ മറ്റൊരു ഇപ്പം ഈ പറഞ്ഞ സാബിറിൻ്റെ കാര്യം, KP സാബിർ എന്ന് പറഞ്ഞ ഇതൊരു സംശയമാണ് ഞാൻ ഉന്നയിക്കുന്നത്. KP സാബിറിന് ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസുമായിട്ട് ഇവിടെ നിന്ന് 4-5 ചെറുപ്പക്കാരെ
കാശ്മീരിലേക്ക് വിശുദ്ധ യുദ്ധത്തിന് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ യുദ്ധം ചെയ്യാൻ കൊണ്ടുപോവുകയും അവരവിടെ വെച്ച് വെടിയേറ്റ് മരിക്കുകയും സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിക്കുകയൊക്കെ ചെയ്തു. അത് വലിയ അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ അങ്ങനെ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം മയ്യത്ത് എനിക്ക് കാണണ്ട എന്ന് അയാളുടെ ഉമ്മ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തതാണ് ആ സംഭവം, ഈ ഉമ്മയുടെ വാക്കുകൾ. അപ്പോൾ രാജ്യത്തെ സ്നേഹിക്കാത്ത, മാതൃഭൂമിയെ സ്നേഹിക്കാത്ത മകൻ്റെ മൃതദേഹം എനിക്ക് കാണണ്ട എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. അത് വലിയ വാർത്തയായ സംഭവമാണ്. അപ്പോൾ അന്ന് ആ കേസിൽ ഉൾപ്പെട്ടയാളാണ് ഈ KP സാബിർ. ഇപ്പോഴും സാബിറിനെ പിടികിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ സാബിറുമായിട്ട് റാണയ്ക്ക് ബന്ധമുണ്ടോ? കാരണം ഈ ഒരു മലയാളി ഭീകരനുമായിട്ട് ബന്ധമുണ്ട്, അത് ഈ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ന്യായമായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് ഈ സാബിറിൻ്റെ പേരാണ്. അത് വളരെ ദുരൂഹമായിരിക്കുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചത് റാണ ഇവിടെ എത്തുന്നതോടുകൂടി കുരുക്ക് അഴിയും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുരുക്ക് പെട്ടെന്ന് മുറുകുന്നതായിട്ടാണ് ചെയ്യുന്നത്. അല്ല, സാബിറുമായിട്ട് എന്തായാലും ബന്ധം ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് പിന്നെ വലിയൊരു സംശയമല്ല, അത് ഏതാണ്ട് സ്ഥിരീകരിക്കാം നമുക്ക്. അതും ഈ ഒരു സിനിമാ നടിയുടെ കാര്യം പറയും, അതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് വന്ന ഒരു വിവരം ചേർത്ത് വായിക്കേണ്ടത്. കാരണം ഈ ബോംബെയിൽ, ഡൽഹിയിൽ, ആഗ്രയിൽ, അഹമ്മദാബാദിൽ, ഹാപ്പൂർ ഒക്കെ സന്ദർശിക്കുന്ന അവസരത്തിൽ ഈ റാണയ്ക്കൊപ്പം മറ്റാരുമില്ലായിരുന്നു. ഒരു സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ലായിരുന്നു. ഇയാൾ ഒറ്റയ്ക്കാണ് പോയ സ്ഥലത്തെല്ലാം ഇയാൾ താമസിച്ചത്. പക്ഷെ ഇയാൾ കേരളത്തിലേക്ക് വന്നപ്പോഴാണ് ഇയാളുടെ കൂടെ അത് കൂടെ വരികയാണോ അതോ ഇവിടെ വന്ന് ഈ കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തതിന് ശേഷം, മറൈൻ ഡ്രൈവിലെ നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തതിന് ശേഷം അവിടെ ജോയിൻ ചെയ്തതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. അന്വേഷണ ഏജൻസികൾ നേരിടുന്ന ഒരു വെല്ലുവിളി, അന്ന് ഈ ഹോട്ടലിൽ CCTV-കളില്ലായിരുന്നു. ഇത് 2008 വർഷം 10-17 സമീപകാലത്താണല്ലോ ഈ CCTV. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനകത്താണ് CCTV കൂടുതൽ. ശരിക്കു പറഞ്ഞാൽ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഈ നഗരങ്ങളിലെങ്കിലും CCTV വളരെ കാര്യമായിട്ട് വയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ വെല്ലുവിളിയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളിനെ തിരിച്ചറിയാൻ സാധിക്കുമോ ഇല്ലയോ? എന്നാൽ CCTV അത്രയും വ്യാപകമല്ല, ഉണ്ടായിരുന്നതിൽ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അപ്പം എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു വലിയ കെട്ടഴിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. പണ്ട് VS പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി മാറുകയാണ്. അതെ, കാരണം ഇവിടെ ഒരു വലിയ ഭീകരവാദത്തിൻ്റെ താവളവും ആസൂത്രണ കേന്ദ്രവും വളർന്നു വരാനുള്ള പരിശീലന കേന്ദ്രവും വളർന്നു വരാനുള്ള ഒരു മണ്ണായി കേരളത്തെ മാറ്റി എന്നുള്ളതാണ്. ഒരു കാലത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ RSS പോലെയുള്ള സംഘടനകൾ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ പുച്ഛമായിരുന്നു. അവരെന്തോ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയത വളർത്താൻ പറയുന്നു എന്നാണ് ഹിന്ദു സംഘടനകൾക്ക് നേരെ ഉയർന്നിരുന്ന ആക്ഷേപവും ആരോപണം. ഇപ്പോൾ അതെല്ലാം സത്യമാണെന്നാണ് ഓരോ ദിവസവും പുതിയ വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായാലും റാണയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, ഈ കുരുക്ക് മുറുകുമോ അഴിയുമോ എന്നുപോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പുറകെ ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ. NIA വളരെ ജാഗ്രതയോടെയാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായി തെളിവുകൾ ശേഖരിച്ചാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഈ മലയാളി ഭീകരൻ ഏതാണ്ട് KP സാബിർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും.